പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹവും എന്നോടുള്ള അവൻ്റെ പദ്ധതിയും ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമാക്കാം. ഈ പ്രഭാതത്തിൽ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. ആ വലിയ സ്നേഹം ഈ ലോകത്ത് ഏറ്റവും ശക്തവും ശാശ്വതവും മാറ്റവുമില്ലാത്ത ഒരു ശക്തിയായി നിലകൊള്ളുകയാണ്. അവൻ്റെ സ്നേഹം നാം ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. മറിച്ച് അവൻ ആരാണെന്ന് ഉള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. നാം എന്താണ് എന്ന് നോക്കിയല്ല അവൻ നമ്മെ സ്നേഹിക്കുന്നത്, മറിച്ച് അവൻ ആരാണ് എന്ന് അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൃപയുള്ളവനും കരുണയുള്ളവനും അനുകമ്പ നിറഞ്ഞവനുമാണ് ക്രിസ്തു. അതാണ് ഈശോയുടെ സ്വഭാവം. നമ്മുടെ ഏറ്റവും മികച്ചതിലും ഏറ്റവും മോശമായതിലും അവൻ നമ്മെ സ്നേഹിക്കുന്നു, പുനഃസ്ഥാപിക്കുന്നു, വീണ്ടെടുക്കുന്നു. അതെല്ലാം പരിപൂർണമായ സ്നേഹത്തോടെയാണ്. അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതാണ്. അവൻ നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയെയും ഏറ്റവും മികച്ച അവസ്ഥയെയും ഒരുപോലെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മോശമായ അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയല്ല അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. അവിടെ നിന്ന് നമ്മളെ സ്നേഹിച്ച് ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക്, ആ സാധ്യതയിലേക്ക് അവൻ നമ്മൾ കൊണ്ടുവരികയാണ്. യോഹന്നാൻ 15:9 ഈശോ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. ഇപ്പോൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതാണ് ഈശോ പറയുന്നത്. ഇപ്പോൾ നീ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പത്തിൻ്റെയും വേദനകളുടെയും സമയങ്ങളിൽ സ്നേഹം നമുക്കൊരു നങ്കൂരമാണ്. കാറ്റിൽ കപ്പൽ കടന്ന് ആടി ഉലയുമ്പോൾ നങ്കൂരമുറപ്പിച്ച ആ കപ്പൽ എപ്പോഴും സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഈശോയിൽ എപ്പോഴും നങ്കൂരമിട്ടിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രമിക്കണം. ഈശോയുടെ സ്നേഹത്തിൽ എപ്പോഴും അവൻ്റെ പരിചരണത്തിൽ നാം സംരക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവൻ്റെ ത്യാഗം നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തെ തെളിയിക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവെന്ന് പറയുന്നത് കുരിശിലാണ് നാം കാണുന്നത്. ഈശോ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. നമ്മളത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട്. അവൻ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചത് നാം അർഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല, മറിച്ച് അവൻ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. നമുക്കങ്ങനെ സാധിക്കുമോ? നാം സ്നേഹിക്കുന്നവരെ അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ചവരെ സ്നേഹിക്കാൻ, ബലിയായി തീരാൻ നമുക്ക് സാധിക്കുമോ? അത് അവരെ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കരുത്. അല്ലാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുമോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കുന്നത് ഇങ്ങനെയാണ്: നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അത് ത്യാഗം ജീവിതത്തിൽ സ്വീകരിക്കണം. ത്യാഗമുണ്ടാകുമ്പോൾ ഹൃദയത്തിൽ ആഴമുണ്ടാകും. നമ്മളില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രക്ഷകന്. അവൻ്റെ സ്നേഹം നമ്മുടെ എല്ലാ മേഖലകളെയും സുഖപ്പെടുത്തുന്നതാണ്, സൗഖ്യപ്പെടുത്തുന്നതാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കുന്നത്. ഈശോ നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് വലിയ ലക്ഷ്യമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നവനാണ്. അതായത് ഈശോയ്ക്ക് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് പറയുന്നത് ആ പദ്ധതി നമ്മെ നിയന്ത്രിക്കാനുള്ളതല്ല, മറിച്ച് സ്നേഹത്തിൽ വേരൂന്നി നമ്മെ വീണ്ടും വീണ്ടും വളർത്തുന്നതാണ്, രക്ഷിക്കുന്നതാണ്. നാം സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും വിശുദ്ധിയിലും നടക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്.
അവൻ നമ്മുടെ ഭൂതകാലത്തെ അറിയുന്നുണ്ട്, നമ്മുടെ വർത്തമാന കാലത്തെ കാണുന്നുണ്ട്. സ്നേഹനിർഭരമായ ഒരു കൈകൊണ്ട് നമ്മുടെ ഭാവിയെ അവൻ നയിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്യുന്നുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം നാം വായിക്കുന്നു. നിനക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം. അത് നിന്നെ ഉപദ്രവിക്കാനുള്ളതല്ല, നിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. നിങ്ങൾക്കൊരു നല്ല ഭാവിയും പ്രത്യാശയും നൽകാൻ ഉള്ള പദ്ധതി. ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ സ്നേഹത്തോടെ എങ്ങനെ നമുക്ക് സ്നേഹത്തോടെ പ്രതികരിക്കാൻ സാധിക്കും? 1, അവനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. 2, നമ്മുടെ ഇഷ്ടത്തേക്കാൾ അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിലൂടെയാണ്. ഈശോയുടെ വലിയ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.